ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മയോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2025 16 മെയ്യിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് പ്രീറ്റി ഡിസിൽവ. ചാലക്കുടിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. കൃപാസനത്തെക്കുറിച്ച് കേട്ടത് കൃപാസനത്തിൻ്റെ മാസിക എൻ്റെ കയ്യിൽ കിട്ടുമായിരുന്നു. പിന്നെ യൂട്യൂബിലൂടെയും, പിന്നെ എൻ്റെ കൂടെ ഞാൻ സ്റ്റാഫ് നേഴ്സാണ്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികളിലൂടെയും കൂടിയാണ് ഞാൻ കൃപാസനത്തിലെ മാതാവിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. ആദ്യം മാതാവിനെക്കുറിച്ച് ഓരോ ട്രോളുകളൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, മാതാവിന് എന്തിനാ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണേ, ഇവിടെ മാതാവുണ്ടല്ലോ. കൊരട്ടിമുത്തിയുടെ അടുത്തുനിന്നാണ് ഞാൻ വന്നത്, അപ്പോൾ കൊരട്ടിമുത്തിയോട് പ്രാർത്ഥിച്ചാൽ പോരെ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ മാതാവ് ഇവിടെ വരുത്തിച്ചു. ആദ്യം എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാനിവിടെ വന്നു. എനിക്ക് ഭയങ്കര അസിഡിറ്റിയുടെ പ്രോബ്ലം ആയിരുന്നു. ഞാനങ്ങനെ അമ്മ ഉടമ്പടി എടുത്ത് വന്ന് ഉപ്പ് തന്നപ്പോൾ ഞാൻ ആ ഉപ്പൊക്കെ കഴിക്കുമായിരുന്നു. എന്നാലും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര 12 വർഷമായിട്ടുള്ള അലർജി ചുമയായിരുന്നു. എനിക്ക് ശ്വാസമുട്ടുണ്ടായിരുന്നു. പൾമനോളജിസ്റ്റിനെ കാണിച്ചിട്ട് സ്പേസർ വെച്ച് വലിക്കാനൊക്കെ എനിക്ക് തന്നിരുന്നു. കണ്ടിന്യൂസ് അത് യൂസ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അലർജി ചുമ വന്നു കഴിഞ്ഞാൽ എനിക്ക് 3 മാസം കൂടുമ്പോൾ എനിക്ക് അലർജി ചുമ വരും. ശ്വാസമുട്ട്, കഫക്കെട്ട് ഇതെല്ലാം വന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. 3 മാസത്തോളമാണ് എനിക്ക് ചുമ ഇങ്ങനെ നിൽക്കുന്നത്. ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുള്ള അവസ്ഥകളിൽ സ്റ്റിറോയിഡ് കഴിച്ച് അവസാനം നിൽക്കുള്ളൂ. സ്റ്റിറോയിഡ് കഴിച്ച് ശരീരം വീർക്കുകയും ചെയ്യും, വെയിറ്റ് വെക്കും, പിന്നെ കിഡ്നിക്ക് കംപ്ലൈൻ്റൊക്കെ വരും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് വെഞ്ചിരിച്ച ഉപ്പും തേനും പിന്നെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ആ തൈലവും ഞാൻ എന്നും ഉപയോഗിക്കുമായിരുന്നു. ഉടമ്പടി പ്രാർത്ഥന എന്നും മുടങ്ങാതെ ചെല്ലുമായിരുന്നു. അച്ഛൻ്റെ പ്രയർ കൂടുമായിരുന്നു. ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ രോഗികൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ പൈസ കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് 3 ലക്ഷത്തോളം ലോൺ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 ലക്ഷത്തോളം കടബാധ്യത മാതാവ് പല കരങ്ങളും വഴി ഞങ്ങൾക്ക് വീട്ടിൽ തന്നു. അതുപോലെ തന്നെ എനിക്ക് ജോലി ഗവൺമെൻറ് ഹോസ്പിറ്റൽ മേലൂർ FHCയിലാണ് ഞാൻ ജോലി ചെയ്യണത്. എനിക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസറായിട്ട് ജോലി കിട്ടിയത് അത്ഭുതം തന്നെയാണ്. താലൂക്ക് ആശുപത്രിയിൽ ഞാൻ ഡെയിലി വേജസായിട്ട് ഞാൻ വർക്ക് ചെയ്യണ സമയത്താണ് എനിക്ക് എൻ്റെ കൂട്ടുകാരി ഒരു ഉടമ്പടി ലോക്കറ്റ് കൊണ്ടു തന്നത്. അപ്പോൾ അത് കൊണ്ടുപോയി നീ പരീക്ഷ എഴുതാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും പഠിക്കാനുള്ള നേരമൊന്നും കിട്ടില്ല. കാരണം അതുപോലെ തിരക്കായിരിക്കും ഹോസ്പിറ്റലിൽ. 2 ദിവസം മാത്രമേ എനിക്ക് വായിക്കാൻ തന്നെ സമയം കിട്ടിയുള്ളൂ. പക്ഷെ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. മാതാവിൻ്റെ ഉടമ്പടി ലോക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോൾ എൻ്റെ പേരുണ്ടായിരുന്നു. എനിക്കങ്ങനെ ഗവൺമെൻറ് ജോലി ആദ്യമായി ആണ് എനിക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നത്. കാരണം അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഉടമ്പടി വന്ന് എടുക്കാനുള്ള ഇതുണ്ടായത്. കാരുണ്യ പ്രവൃത്തികൾ, രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുക, പൈസ കഴിവില്ലാത്തവരെ ഞാൻ സഹായിക്കാറുണ്ട്. കൃപാസനം പത്രം ഞാൻ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അറിവില്ലാത്തവർക്ക് കൃപാസനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും, ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. രോഗികളുണ്ടെങ്കിൽ അവർക്ക് ഉപ്പ് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി അവർക്ക് ഉപ്പ് ഞാൻ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവർക്ക് പിന്നെ കൃപാസനത്തിലെ ഓരോ ചിത്രങ്ങൾ, മാതാവിൻ്റെ രൂപങ്ങളൊക്കെ വാങ്ങിച്ച് ഹൈന്ദവരായവർക്കൊക്കെ കൊടുക്കും. അവരിപ്പോൾ കുറേ പേരും കൂടി വരാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ തന്നെ രോഗികളെ കാണാൻ പോകുമ്പോൾ ഞാൻ ഉപ്പ് അവർക്ക് വിശ്വാസത്തോടു കൂടി ഭക്ഷണത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കുന്നത് ഞാൻ കാണാറുണ്ട്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഗർഭിണിയായ ഒരു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് അനക്കമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടീനോട് ആ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. എല്ലാവരും മാറി മാറി പരിശോധിച്ചിട്ടും കുട്ടിക്ക് അനക്കമുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ കയ്യിൽ കൃപാസനത്തിൻ്റെ ഉടമ്പടി ലോക്കറ്റ് എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. ആ ഉടമ്പടി ലോക്കറ്റ് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. ആ കുട്ടിക്ക് ഞാൻ കൃപാസന മാതാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ അത്ഭുതം എന്താണെന്ന് അറിയില്ല. കാരണം ഡോക്ടർ ലേബർ റൂമിലോട്ട് ആ കുട്ടിയെ കൊണ്ടുവന്ന് ഒന്നും കൂടിയും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു.
അപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ഉടമ്പടി ലോക്കറ്റ് കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ ഹാർട്ട് സൗണ്ട് പരിശോധിച്ചപ്പോൾ ആ കുട്ടിക്ക് ആ ബേബിക്ക് ഹാർട്ട് സൗണ്ട് വന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇതേ മെഷീൻ തന്നെയാണോ നേരത്തെ യൂസ് ചെയ്തത്? അപ്പോൾ അതേന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ അവർക്ക് ആർക്കും അറിയില്ല ഞാൻ പ്രാർത്ഥിച്ച കാര്യം. ആ ഗർഭിണിയായ ആ കുട്ടിക്കും എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം വേറെ ആരും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ. അതുപോലെ തന്നെ പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഉപ്പ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പലവരുടെ രോഗങ്ങൾ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതെല്ലാം പറയാനുള്ള ഓർമ്മ തന്നെ ഇല്ല. കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. എന്നിലൂടെ പ്രവർത്തിക്കുന്നത് കാണുമ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഇനിയും എൻ്റെ ജീവിതം, പിന്നെ എനിക്കിവിടെ വന്നതിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഉണ്ടായത്, എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. പിന്നെ ഇങ്ങനെ ചീത്ത വാക്കുകളൊക്കെ പെട്ടെന്ന് വായിൽ വരും. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്ന് മാറണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പ്രാർത്ഥന കുറവ്, അങ്ങനെ പള്ളി പോകാൻ മടി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിയിലുള്ള ജീവിതത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് എല്ലാത്തിനുള്ളൊരു തടസ്സം മാറി. എനിക്കിപ്പോൾ നന്നായി പ്രാർത്ഥിക്കാൻ പറ്റും, ക്ഷമ കിട്ടും. പിന്നെ എനിക്ക് എൻ്റെ ദേഷ്യമൊക്കെ മാറി. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. ഇനി മുന്നോട്ട് കുർബാന കുമ്പസാരം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. കുമ്പസാരമാണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. ജപമാല ചെല്ലും. ജോലി സമയമാണെങ്കിൽ ഞാൻ ഒരു ജപമാല അങ്ങനെയൊക്കെ ചെല്ലുള്ളൂ. എന്നാലും എല്ലാ ദിവസവും ഒരു ജപമാല എന്തായാലും ഉറപ്പായിട്ട് ഞാൻ ചെല്ലും. പിന്നെ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം കൂടും. എത്ര ബുദ്ധിമുട്ടായാലും അസുഖം വന്ന് എന്തെങ്കിലും വയ്യായ്ക വന്നാൽ തന്നെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന മുടക്കാറില്ല. എനിക്ക് മാതാവിനോട് ഭയങ്കര വിശ്വാസം എനിക്ക് ആയി. എങ്ങനെയാണെന്ന് എനിക്ക് പറയാനറിയില്ല. എനിക്ക് ഇനിയുള്ള കാലം ഞാൻ ഉടമ്പടിയിലുള്ള ഒരു ജീവിതം ഞാൻ നയിക്കുന്നതാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്നും ഉടമ്പടി എടുത്തിട്ട് ആ ഉടമ്പടിയിലുള്ളൊരു ജീവിതം, നിയോഗമല്ല, എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. പരിശുദ്ധാത്മാവിനാൽ നിറയണം. ഒന്നും കൂടി ഞാൻ എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് ഞാൻ പ്രത്യേകം നന്ദി ഞാൻ പറഞ്ഞ് നിർത്തും. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 26-ാം വചനമാണ്. ഉടമ്പടിയിൽ കൂടുതൽ നമ്മൾ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ, നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ നന്ദി പറയുമ്പോൾ, കൂടുതൽ നമ്മൾ ഈശോയുടെ ആ സാന്നിധ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ കൂടുതൽ അടുക്കുമ്പോൾ അനുഗ്രഹങ്ങൾക്ക് പ്രാധാന്യമില്ല, നമ്മുടെ നിയോഗങ്ങൾക്ക് പ്രാധാന്യമില്ല. ഈശോയും അമ്മയുമായുള്ള ഒരു ആത്മബന്ധത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ മകൾ പറഞ്ഞതും അതുപോലെ തന്നെയാണ്. ക്ഷമിക്കുവാനും സഹിക്കുവാനും സഹകരിക്കുവാനുമുള്ള ഒരു നല്ലൊരു കഴിവാണ് ഉടമ്പടിയിൽ കൂടെ ലഭിച്ചത്. ആത്മീയ ജീവിതത്തിന് ഒരു ഉണർവാണ് ഉടമ്പടിയിൽ കൂടെ ലഭിച്ചതെന്നാണ്. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു മഹത്തായ പ്രകടനമാണെന്ന് പറഞ്ഞതുപോലെ, പരിശുദ്ധ അമ്മ വചനത്തിൽ ജീവിച്ച ഒരമ്മയാണ്. ആ അമ്മയാണ് വചനത്തിന് ജീവിച്ച ഒരു സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ നമ്മുടെ ഉടമ്പടി ജീവിതം നയിക്കുന്നതിലൂടെ ഒരുപക്ഷെ ഡോക്ടർമാർ ഇല്ല എന്ന് പറയുമ്പോഴും ഈ മകളോട് ഇൻഹേലർ ഉപയോഗിക്കണം, ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഡോക്ടർമാർ ഇല്ല എന്ന് പറയുന്നിടത്ത് ഉണ്ട് എന്ന് പറയാൻ സാധിക്കുന്നതാണ് ഉടമ്പടി. കണ്ണുനീര് വിശ്വാസ പ്രാർത്ഥനയായി മാറുമ്പോൾ ഈശോയിലുള്ള വിശ്വാസം ഉടമ്പടിയിലൂടെ നമുക്കൊരു ഉണർവാണ് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിലും ഭയപ്പെടുന്ന നിമിഷങ്ങളിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന ഈ വചനം നമുക്ക് ഓർക്കാം. എല്ലാ ഭയങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ദൃഢവിശ്വാസത്തിൽ നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിറ്റി ഡിസൽവയ്ക്കും കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.